ഒരു തോരൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. അത് പപ്പായയും വൻപയറും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോരനാണ്. ഇതിൽ വൻപയറിന് പകരം നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ചോറിലേക്കും കഞ്ഞിയിലേക്കൊക്കെ മാച്ചായിട്ടുള്ള ഒരു ഐറ്റമാണ്. പയർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തെടുക്കണം, എന്നിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പകുതി വേവാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പപ്പായ എല്ലാം മുറിച്ചതിട്ട് കൊടുക്കാം. പപ്പായ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിയ പീസോ ചെറിയ പീസോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ പയർ നിങ്ങൾ വേവിക്കുമ്പോൾ ഒത്തിരി കണ്ട് ആദ്യം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ പയറിനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് പപ്പായനെ വേവിച്ചെടുക്കാം. പിന്നെ പപ്പായ വെന്ത് റെഡിയായി വരുമ്പോൾ പയറിനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പോൾ പപ്പായ എല്ലാം വെന്ത് റെഡി ആവുന്നുള്ളൂ. ഒന്നും കൂടി അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പയറെല്ലാം ഒത്തിരി വെന്ത് പോയിട്ടില്ല. അപ്പോൾ നല്ല പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ വറവിട്ട് കൊടുക്കാം. ഇനി വറവിട്ട് കൊടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കടുകിട്ട് പൊട്ടിക്കണമെങ്കിൽ കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച പയറും പപ്പായയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പപ്പായയും പയറൊക്കെ നല്ല വിട്ടിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് പയർ ഒത്തിരി കണ്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലപോലെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല പരുവത്തിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പയർ വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ പയർ ഒത്തിരി കണ്ട് വെന്ത് പോവാതെ നോക്കണം. കുക്കറിലെല്ലാം വയ്ക്കുമ്പോൾ ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് റെഡിയായി കിട്ടും. നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണത്. പപ്പായയും പയറും കൂടി ചേർത്തത്, അതേപോലെ പപ്പായയും ചെറുപയറും ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കഞ്ഞിയിലേക്കും ചോറിലേക്കൊക്കെ നല്ല മാച്ചാണ്. കഞ്ഞിയിലേക്കൊക്കെ നല്ല മാച്ചാണ് ഈ ഒരു തോരൻ. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.